അസ്സലാമു അലൈക്കും. സാബീത്താൻ്റെ വീഡിയോസിലേക്ക് സ്വാഗതം. ഞാൻ സാബീത്ത. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബീത്താക്കും സുഖം തന്നെ. നമ്മൾ ഇന്ന് കടലിൽ നിന്ന് പെറുക്കിയ സാധനങ്ങൾ, വൈരക്കല്ലുകൾ, വൈരമുത്തുകൾ ഒക്കെ നമ്മളിൽ പതിക്കാൻ പോവുകയാണ്. പാത്തു അതിൻ്റെ ഭയങ്കരം പെയിൻറ്റിങ്ങിലാണ്. അത് പൊട്ടിപ്പോയി. കടൽ വരക്കുകയാണ്. ആദ്യം കടൽ എടുക്കലടാ. കടൽ വരച്ചതിന് ശേഷമാണ് ഒട്ടിക്കുന്നത്. ഒട്ടിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം മക്കളെ. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം. പവിഴക്കല്ലുകൾ, മുത്തുകൾ, വൈരക്കല്ലുകൾ, അങ്ങനെ പല പല മുത്തുകളും കടലിൽ നിന്ന് പെറുക്കിയതാണ്. നിങ്ങളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കണം. ഉടനെ വരണം. ഇതെല്ലാം പെയിൻറ്റിങ് കഴിയട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അങ്ങനെ കടലുകൾ അങ്ങനെ ആക്കുകയാണ്. മഴവിൽ കടലുകളിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തുടർന്ന് നമ്മളെ പിന്നാലെ വരണം. പാത്തുമാണ് ഇതിൻ്റെ ആള്. കടലിൽ നിന്ന് ഇരുന്ന് പെറുക്കിയതാണ്. ഒരുപാടുണ്ടായില്ലേ പവിഴ മുത്തുകൾ, പവിഴ കല്ലുകൾ. ഇതിൽ ചേർത്തുന്ന പശയാണിത്. നല്ല അടിപൊളി പശയാണ്. ഇതെല്ലാം ചേർത്ത് ചെയ്യുന്നത് കാണാം. ഇനി നമ്മൾ കത്രിക, വെട്ടാനുള്ള കത്രിക കൊണ്ട് കൊടുക്കുകയാണ്. പിന്നെ ഇത് കുട്ടികൾ ഇടങ്ങാറാക്കുന്ന, കുട്ടികൾ അടിക്കാനുള്ള വടിയാണ് ശേഖരിച്ച് വെച്ചത്. എല്ലാം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെട്ടുക, അങ്ങോട്ടേക്ക് ഇങ്ങനെ നല്ലോണം വെട്ടുകയാണ്. ഒപ്പിച്ച് വെട്ടി കൊണ്ടുവന്ന് പവിഴക്കല്ലുകളും പവിഴമുത്തുകളും കടലിൽ നിന്നുള്ളതാണ്. ഇങ്ങനെ ഒപ്പിച്ച് വെട്ടി മൊഞ്ചാക്കുകയാണ് പാത്തു. ഇങ്ങനെ ഒട്ടിക്കാൻ വേണ്ടി പോവുകയാണ്. തുടങ്ങും നമ്മൾ. ഇങ്ങനെ ഒട്ടിച്ച് വെക്കുകയാണ്. പവിഴക്കല്ലുകൾ, മുത്തുകൾ, എന്തൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഫെവിക്കോൾ നമ്മൾ ഇങ്ങനെ എരിക്കണം. ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്. പണിയൊന്നും ഇല്ലാത്തതൊക്കെ ട്രൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേന്ന്. പണിയൊന്നുമില്ല. ഇതെല്ലാം കടലിൻ്റെ ഉള്ളിൽ നിന്ന് പെറുക്കിക്കൊണ്ടുപോയി പണിയില്ല. ഇതെല്ലാം പണി തന്നെയാണ്. ഇങ്ങനെ പശ ഒട്ടിക്കുകയാണ്. കടലിൻ്റെ ഉള്ളിലുള്ള സാധനമാണിത്. ഇങ്ങനെ പശ തേക്കുക. അങ്ങനെ 4 പറയും നല്ലോണം തേച്ച് അങ്ങനെ മുകളിലും ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിക്കുക. ഞാൻ അതിൽ നല്ല കളർ അടിക്കാത്ത കാർബൺ ഒട്ടിയാണോ? ഇതാ ഭംഗി. നീലക്കടൽ ഇത് കലാബോധമുള്ളവർക്ക് മനസ്സിലാവും. എനക്ക് ബോധമില്ലാത്തോണ്ടാ. തലയില്ല, ബോധമില്ല. ഇത് ശംഖാണ് ഒട്ടിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ചെയ്തോളി മക്കളെ. എല്ലാവരും ട്രൈ ചെയ്തോളി. അതിന്റെ മുളത്ത് ഇങ്ങനെ വെച്ചിട്ട് അവിടെ വെച്ചോട്ടാ. എവിടെ ഇത് നല്ല ബുദ്ധിമുട്ടുണ്ട് മക്കളെ. ഇങ്ങനെ ഓരോന്നിനെ ഫിറ്റ് ചെയ്ത് വേണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടുണ്ട്. നല്ല രസമുണ്ട്. ഇതെല്ലാം നമുക്ക് ഭാഗ്യം വരുന്ന പവിഴക്കല്ലുകളും പവിഴമുത്തുകളുമാണ്. ഇതെല്ലാം പവിഴമുത്തുകളാ, പവിഴക്കല്ലുകൾ കടലിൽ നിന്നുള്ളതല്ല. എന്താ ഇതൊരു കുറേ ഉണ്ട് ഇങ്ങനെ ഒട്ടിക്ക്. ആദ്യം ഇതിനെ ഒട്ടിക്ക്. ഞണ്ടില്ല നടുക്കള്.
ഞാൻ അങ്ങനെ ഒട്ടിച്ചാൽ ആദ്യം ഇതെടുക്ക് ഞണ്ടിൻ്റെ കാല് നടുക്ക് വെച്ചോർക്ക് ഒട്ടും അതാണോ അവിടെ നിൽക്കുക അങ്ങനെ ഇതെല്ലാം ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൻ്റെ മുഞ്ച് കാണാം. പവിയ കല്ലുകളും പവിയ മുത്തുകളുമാണ്. വീട്ടിൽ ഭാഗ്യം വരാനുള്ള എല്ലാ മുത്തുകളാണിത്. ഇതാ എല്ലാം നിങ്ങൾ കാണുന്നില്ല, ഒച്ചല്ല കാണാം, ഒച്ചപ്പോട്ട് ഇതെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇത് വെച്ചാൽ ഭാഗ്യം ഓടി വീഴുന്നാണ് പാത്തു പറയുന്നത്. പാത്തുവിൻ്റെ ഭാഗ്യം അതാണ്, ഞണ്ടിൻ്റെ കാലാണ്. ഇങ്ങനെ വറക്കുക. ഇതെല്ലാം അല്ല അങ്ങനല്ല കുമ്പിടുത്തിച്ച് അല്ല പാലും തല ഒട്ടിച്ചാൽ അവിടെ അടല്ല ഇങ്ങനെ പോരാ പൊന്തിക്ക് പോവാ. അങ്ങനെ എല്ലാമാണ്. അപ്പോ ഇങ്ങനെ പവിയ കല്ലുകൾ ഇങ്ങനെ വാരി വെതറി കൊടുക്കുകയാണ്. നല്ല കടലോര പ്രദേശത്തുള്ള സാധനങ്ങളാണ്. ഇതാണ് കടലിങ്ങനെ ആയിക്കൊണ്ട് വരുന്നുണ്ട്. കടൽ കാണാൻ ഓടി വരൂ. ഇത് തിര അടിച്ച് കയറിയ കടലാണ്. ഇതെല്ലാമാണ് മക്കളെ നിങ്ങളുടെ മുന്നിൽ ഇനി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടിച്ചൊട്ടിച്ച് വരുമ്പോൾ ഇതെല്ലാം ഒരു ഭയങ്കര കടലായി മാറും. എന്തെല്ലാം സാധനങ്ങളുണ്ട് നിങ്ങളറിയോ? ഇപ്പാണ് കടലായി വരുന്നത് അല്ലേ? ഇപ്പാണ് അവിടെ ഇപ്പാണ് കടലായി വരുന്നത്. എല്ലാത്തിനും പറ്റിയ ഉമ്മായി എന്ന് പറയുന്നുണ്ട്. നിങ്ങളെ ഉമ്മേറ്റാണെങ്കിലും അങ്ങേക്ക് വേറെ പണിയില്ല. ഇവിടെ ഓല ഉമ്മയാണെങ്കിൽ പോയിട്ട് പണി നോക്കി അടിച്ച് വരുന്നു പറയും. അമ്മായി അമ്മ എന്ന് പറഞ്ഞാൽ അവളോട് എല്ലാത്തിനുള്ള ആളാണ്. അതാ നല്ല. എന്നിട്ട് ഒട്ടിച്ചൊട്ടിച്ച് വെച്ച് കൊടുക്കണ്ട. ആയിവാ ഇതാ മക്കളെ ഭരിക്കാൻ ഒട്ടി വരുന്നുണ്ട്. ഇതാ പാത്തുവിൻ്റെ കഷ്ടപ്പാടുകൾ കൊണ്ടിങ്ങനെ കൈയൊട്ടിപ്പോ നമ്മുടെ അവസാനത്ത് ഒട്ടിക്ക് ഉണ്ടാവുക. ആദ്യം ഒട്ടിച്ചൊന്ന് പറിച്ചു നോക്കിയാലോ? അല്ലെ കുത്തര പിടിക്കുന്നവരാ അത് പറഞ്ഞു പോരാ. ശരിയാണല്ലേ. ഇത് ഞാൻ നോക്കുമ്പോ പാറപ്പള്ളിയിലെ കടപ്പുറത്ത് നിന്ന് കുത്തിരിഞ്ഞ് പെറുക്കുന്നു. അപ്പം നമ്മൾ ഇത്രയും കാലം നമ്മൾ പാറപ്പള്ളിയിൽ പോയിട്ടും നമുക്ക് ഇതൊന്നും കാണാനും സാധിച്ചിട്ടില്ല, പെറുക്കാനും സാധിച്ചിട്ടില്ല. പിന്നെ നമ്മളെ പാത്തൂന ആദ്യമായിട്ടോട് പാറപ്പള്ളി കണ്ടതാണ്. അപ്പം ആദ്യമായി പാറപ്പള്ളി കണ്ടപ്പോഴാണ് ഓക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലായത്. അപ്പോഴാണ് എനിക്കും ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലായത്. അങ്ങനെ ഞാനും പറഞ്ഞ് പാത്തു ഭാരിക്കോ ഇത് പവിയ കല്ലുകളാണ്. പാത്തു ചിരിക്കുന്നത്. പവിയ കല്ലുകളാണ്, പവിയ മുത്തുകളാണ്. ഭാരിക്കോ എന്ന് സപ്പോർട്ട് കൊടുത്തു. ഇനി ലാസ്റ്റ് കാണിച്ചാൽ നമ്മ നിങ്ങൾക്ക് ഒരു ഉണ്ടാക്കുന്ന കാണിക്കണ്ട. ഉണ്ടാക്കുന്ന കാണിക്കണം, കുട്ടികൾക്കെല്ലാം പഠിക്കണ്ടേ. അതാണ് ലാസ്റ്റ് കാണിച്ചാൽ നമുക്ക് അതിനൊരു സുഖം ഉണ്ടാവുക, വീഡിയോസിനൊരു നീളം ഉണ്ടാവുക. ഇങ്ങനെ ഇങ്ങനെ ഇടുക മക്കളെ. നമ്മളെ മൂത്ത മരുമോൾ ഉണ്ടാക്കിയതല്ല, അതും കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതെല്ലാം കടലിലെ മുത്തുകളാണ്ടാ. ഇല്ലാണ്ടില്ലേ കടലിലെ മുത്തുകളാണ് ഇതെല്ലാം. എന്തെല്ലാം കല്ലുകളാണ് നമ്മൾ അക്കോറിയിൽ ഇടുന്ന ഐറ്റത്തെ. ഇതെല്ലാം പാത്ത് പെറുക്കിയതാണ്. ഇതെല്ലാം നിങ്ങളെ സാധാരണ അച്ചൊന്നുമല്ല. അതാ എന്തെല്ലാം പണിത്തരങ്ങളാണ് നിങ്ങൾ കാണുന്നതാ. നിങ്ങളെ പാത്തു അതാ കടലോര പ്രദേശം എന്താ രസം. പാത്തു ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ ഏകദേശം കഴിയാനായിട്ടുണ്ട്.
ഇതാണ് മക്കളെ, നിങ്ങളെല്ലാവരും ഇങ്ങനെ പോകണം, പെറുക്കണം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്യണം. മരുമക്കളാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. അമ്മേനെയും കൂട്ടിയിട്ട് നിങ്ങൾ കടപ്പുറം പോവുക. പിന്നെ കടപ്പുറം പോയി കഴിഞ്ഞാൽ പവിഴക്കല്ലുകളും മുത്തുകളും കടലിലുള്ള ഭാഗ്യമുത്തുകൾ കരയിലേക്ക് ഇങ്ങനെ അടിഞ്ഞടിഞ്ഞ് വരും, കേരി വരും. പത്തൂല ഇങ്ങോട്ടേക്ക് വരും. അതെല്ലാം നിങ്ങൾ പെറുക്കി എടുത്തിട്ട് നിങ്ങളിങ്ങനെ ചെയ്യണം. ഉണ്ടാ, ഇനി കുറച്ച് ഒട്ടിക്കട്ടല്ലേ. എന്നിട്ട് കുറേ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കാണിക്കുന്നതാണ്. പിന്നെ ഒട്ടുമ്പം തന്നെ അവർക്ക് കാണണമെന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ല. ഉണ്ടാ, അത് കുറേ ഉണ്ട്. എല്ലാം അടുപ്പിച്ച് വെച്ച് കൊടുക്കുമ്പോൾ പവിയ മുത്തുകളാണ്, വൈരക്കല്ലുകളാണ്. വളയിട്ട കൈ കൊണ്ട് ഇങ്ങനെ ഒട്ടിക്കുകയാണ്. അതിന് കുട്ടി മുങ്ങി പെറുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ല രസമുള്ള ബോർഡുകളാണ്. ഈ നിങ്ങളെ വീട്ടിൽ ഭാഗ്യം വന്നു മോളെ, കൈരേഖ നോക്കട്ടെ ഉമ്മക്കൂട്ടി, കൈവന്ന ഭാഗ്യം പറയാൻ കുട്ടി. ഇങ്ങനത്തെ മരുമക്കൾ വീട്ടിലുണ്ടെങ്കിൽ പവിഴക്കല്ലുകളും പവിഴമുത്തുകളും വീട്ടിലേക്ക് കേരി വരും. അന്നേരം നമ്മളെ വീട് ഇങ്ങനെ ഐശ്വര്യം കൊണ്ട് ഇങ്ങനെ മറിഞ്ഞ് കളിക്കും. അതാണ് കടലിലുള്ള മുത്തുകളും പവിഴക്കല്ലുകളുമാണ് ഇതൊക്കെ. ഇതൊന്നും തമാശയല്ല. പച്ചക്കല്ല, നമ്മളെ പച്ചക്കല്ല് പോയി, ഇത് പച്ചക്കല്ലുണ്ടല്ല, പോയി. നല്ല പച്ചക്കല്ലുണ്ട, പച്ചക്കല്ല് വരെ ഉണ്ട്. കടലിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾക്ക്. ഉണ്ടാ, പച്ചക്കല്ല് വരെ ഉണ്ട് മക്കളെ. ഉണ്ടാ, ഈ പച്ചക്കല്ല് സ്റ്റാർസിന്റെ മോള് വെച്ച് കൊടുത്താലാ പോവാ. ഉണ്ടാ, ഇതെല്ലാം ഞങ്ങൾക്ക് കടലിൽ നിന്ന് കിട്ടിയ വൈരക്കല്ലുകളാണ്. ഉണ്ടാ, വൈരക്കല്ലുകൾ, പവിയ മുത്തുകൾ. ഇതെല്ലാം കടലിൻ്റെ ഒരു പ്രദേശമായിട്ടാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങൾ ഇതൊരു കടൽ പോലെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വൈരക്കല്ലാണെന്ന് നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ ബോധം വരും. അങ്ങനെ ചിന്തിച്ചും കൊണ്ട് നിങ്ങൾ ഈ വീഡിയോസ് കാണുക. പാത്തു കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്നതാണ്. പാവം പാത്തുവാണ് ഇതെല്ലാം കണ്ടുപിടിച്ചത്. അമ്മ ഇവിടെ നിന്നും കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഞങ്ങളെ സാബീത്താൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്കെന്താ സാബീത്താനെ കാണാൻ പറ്റാത്തത് നിങ്ങൾ ചിന്തിക്കും. ആ ചിന്തിക്കണ്ട്. നിങ്ങൾ സാബീത്ത് ഇവിടെ തന്നെ ഉണ്ട്, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പാത്തു ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഇങ്ങനെ വൈരക്കല്ലുകളും പവിയ മുത്തുകളും ഇങ്ങനെ ഒട്ടിക്കുന്നത് കാണുമ്പം നമുക്കിങ്ങനെ നല്ലൊരു സന്തോഷം വരും. അതിങ്ങനെ സാബീത്ത് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതാണ് നമ്മളെ പാത്തുവാണ്. ഈ പാത്തു എന്ന് പറഞ്ഞാൽ ആദ്യമായി വീഡിയോ കാണുന്നവരുണ്ടാവും. എൻ്റെ ഇളയ മരുമകളാണ് പാത്തു എന്ന് പറയുന്നവള്. ഇതാണ് ഇളയ മരുമകളാണ്. ഈ ഇളയ മരുമക്കളെ ഇങ്ങനെ കൊല്ലം ജില്ലയിൽ നിന്ന് കൊണ്ടുവന്നാൽ പവിയ കല്ലുകളും മുത്തുകളും ഒക്കെ കടലിൽ നിന്ന് മുങ്ങി തപ്പി വാങ്ങിയിട്ട് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഐശ്വര്യം വരും. ഇനി ഇത് വെച്ചതിൻ്റെ ഒരാഴ്ച ഈ പവിയ കല്ലുകളൊക്കെ ഈ ബോർഡുമൽ പതിച്ച് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായി 25 കോടിയുടെ ലോട്ടറി ടിക്കറ്റ് അടിക്കുമെന്നാണ് തോന്നുന്നത്. നല്ല മുത്തുകളാണ് ഒക്കെ അടുത്ത്. അങ്ങനെ ഇതാ പാത്തു നല്ല വട്ടം കറക്കി വെക്കുകയാണ്. കൊള്ളുന്നുണ്ടാ? കുറെ എണ്ണ ഉണ്ടല്ലോ. ഇതിൽ നല്ല എന്നോട് ഉണ്ടാ, എന്തെല്ലാം ചിത്രപ്പണി. നിങ്ങൾ നോക്ക് മക്കളെ, ഇതെല്ലാം ഞമ്മക്ക് ഇവിടെ ഉണ്ടാ. എന്തെല്ലാം രസമുള്ളതാ നമ്മളുണ്ടാ. ഇതെല്ലാം ഒട്ടിക്കിതാ, കുറേ ഇല്ലേ നമ്മൾ വെക്കിക്ക്. കുറച്ച് ചുമരുമില്ല ഒട്ടിച്ചു കൊടുത്താൽ നമ്മളെ ഇത് ഒട്ടിച്ചിക്കാ. ഉണ്ടാ, എന്തെല്ലാം പണിത്തരുള്ളത് അതിൻ്റെ ഉള്ളിൽ വീണിക്കുന്നുണ്ട് കേട്ടാ. ഉണ്ടാ, അങ്ങനെ വെതറി ഇട്ട് കൊടുക്കുന്നതാണ്. ഇതാണ് മുത്തുകൾ, പവിയ കല്ലുകൾ വെതറി ഇട്ട് കൊടുക്കുന്നത്. എന്തെന്നാ പോക്കല്ല. പറഞ്ഞാൽ ഒളിപ്പില്ലാത്തൊരു മക്കളെ. അങ്ങനെ ഇങ്ങനെ ബോർഡുകൾ നിറഞ്ഞ് തുടങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ കിട്ടണടാ, എനിക്ക് കിട്ടണം, നല്ലോണം കിട്ടണം എനിക്ക്.
ഇങ്ങനെ ഉണ്ടാ മുത്തെല്ലാം ഒട്ടിക്കുന്നുണ്ട് നിങ്ങൾ എന്താ രസം അതിൻ്റെ എന്താ രസം. പിന്നെ ഞണ്ടിൻ്റെ കാലാണെങ്കിൽ പിന്നെ പറയണ്ട, അത്രയും രസമുണ്ട്. അതെല്ലാം പോട്ടെ. ഒട്ടുന്നുണ്ടടി, ഒട്ടുന്നുണ്ട്. ഇതിന്റെ ഈ വെള്ള കളർ കണ്ട അത് പോവും. അത് പോകുമ്പോ ഇത് ഒട്ടും. അങ്ങനെ നല്ലോണം ഒട്ടിച്ചു കൊടുക്കണ്ട. എന്താ രസം. ഇതെല്ലാം കാണിച്ചു കൊടുക്കണ്ട. ഇത് വെച്ചിക്കില്ല അതിനൊന്നും സാധനം അതാടാ. ഇതെല്ലാം വെക്ക്, പുതിയ പുതിയ മോഡലുകളെല്ലാം വെക്ക്. വെള്ള വെച്ചിക്കില്ലണ്ടാ, വൈറ്റ് ഇതെല്ലാം വെക്ക്. പിന്നെ എന്താ നമ്മളെ കല്ല് ഈ കല്ല് വെക്കണ്ട. വീട് പണിക്കെടുക്കാം. അങ്ങനെല്ലാമാണ് മക്കളെ ഉള്ളത്. നിങ്ങളെല്ലാവരും കാണണം. നല്ല രസമുണ്ട് നിങ്ങൾക്ക് തോന്നണം. കാഴ്ചപ്പാടിൽ രസമില്ല മക്കളിതാ. ഞാൻ ഇങ്ങനെ കാണിച്ചു തരും നിങ്ങൾക്ക്. നല്ല രസമില്ല, നല്ല രസമില്ല. പക്ഷേ ഈ ബോർഡ് കറുത്തതായിട്ട് ഞങ്ങൾക്ക് പിടിച്ചിട്ടില്ല. ബോർഡും വലിയൊരു കളർഫുള്ള് കൊടുക്കും. അല്ല എന്നാലും അത് വേറെ കളർ അടിച്ചു വിടാനാ. വെള്ള കളറുമ്പിലാകുന്ന രസം ഉണ്ടാവും. വെറും വൈറ്റ് അടിച്ചു വിടാനാ. വെറും വൈറ്റും മേലാണ് രസം ഉണ്ടാവും. ഞാൻ വിചാരിച്ചു 2 ജാതി കളറിൽ അടിക്കൂന്ന്. നീലയും കറുപ്പും അടിച്ചിക്കേ ഒരേ കളറായി. ഇത്രയും ഒട്ടിച്ചൊട്ടിച്ച് വെക്കുന്നുണ്ടല്ലോ. കടലിൻ്റെ മുത്തുകളും പവിഴ കല്ലുകളുമാണ്. ഭാഗ്യം തെളിഞ്ഞു വരാനുള്ള എല്ലാ വഴികളും തുറന്നു കൊണ്ടിരിക്കുകയാണ്. കടലിലുള്ള മുത്തുകളാണ്, പാവം മുത്തുകൾ. സ്വർണ്ണ മുത്തുണ്ട്. ഇതാണ് ഇത് സ്വർണം. കുറച്ച് ദിവസം കഴിഞ്ഞാൽ വലിയ സ്വർണ്ണമായി മാറി ഞങ്ങൾ ഇതിനെ വെട്ടി എടുക്കുന്നതാണ്. നല്ല സ്വർണ്ണച്ചില്ല്. ഇതെല്ലാം കടലിൽ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾക്ക്. പാറപ്പള്ളിയിലെ കടലിൽ നിന്ന്. അത് നോക്കിക്ക, നിങ്ങളെ തമാശയല്ല. നല്ല എന്തോ ഒരു പണിത്തരമുള്ള കല്ലുകൾ. അതെല്ലാം നോക്കുങ്ങളതാ. എന്താ രസമാ. നല്ല രസമില്ലേ, കണ്ടോളേ നിങ്ങളിതാ. എല്ലാം പുതിയ മോഡൽ കല്ലുകൾ, നൈച്ചികൾ. അടക്ക് ഇത് വെച്ചോൾക്ക്. ഇത് വെക്കണ്ട. ഇതൊരു പുതിയ മോഡലാണെന്താ. അതിനെ വെക്ക്. അവിടെ അറ്റം വെച്ചോട്ടെ. അവിടെ വെച്ചാ ഗേപ്പുള്ളിടത്തെല്ലാം നോക്കി വെക്ക്. സ്വർണം കണ്ട് നിങ്ങൾ. സ്വർണ്ണ കപ്പുകൾ എല്ലാ മോഡലും ഉണ്ട് മക്കളെ. ഇതിൻ്റെ മോളെന്തോ രസമുണ്ട് അവിടെ. അവിടെ പോയി. എന്താ രസം. അയ്യോ എന്തോനോ പോയി കളഞ്ഞാൽ എടുത്തിട്ട്. എന്താ രസമല്ലേ. നല്ലൊരു വെറൈറ്റിയാണ്. ആയിവ നല്ല അങ്ങനെ പൂക്കളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. ആയിവ എന്താ രസം. പൂക്കൾ ഇങ്ങനെ ആക്കി നല്ല രസമുണ്ട് കേട്ടാ. അങ്ങനെ എല്ലാമാണ് കേട്ടോ. നല്ല രസമായത്. ഒട്ടി വരണം, ഒട്ടി പിടിക്കണം. ഒട്ടി വരണം. അതിന് ഒട്ടുന്നുണ്ടത്. അതതിൻ്റെ മേലെ ആക്കണ്ട. നല്ല രസമാണ്. ഫാൻ ഇട്ടാട്ടെ മോനെ, ചൂടെടുത്ത് ബേന്ന്. അങ്ങനെ എല്ലാമാണ്. അല്ലാണ്ട് ആ പച്ചക്കല്ലെല്ലാം പിന്നെ പച്ചക്കല്ല്, സ്വർണ്ണക്കല്ല് ഇതെല്ലാം ഞങ്ങൾക്ക് കിട്ടിയതാണ് മക്കളെ. കടലിൽ നിന്ന് അടിച്ചു വന്ന് കരയിലേക്ക് വന്ന സാധനമാണ്. എന്താ രസങ്ങൾ നോക്കി നോക്ക്. കുഞ്ഞു കല്ലുകളായത് ഫുള്ളും. അങ്ങനെ പാത്ത് വെച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി പൂർത്തീകരിക്കട്ടെ. അങ്ങനെ നമ്മൾ ദൗത്യം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഇടയിൽ നല്ല ഇതുണ്ടല്ലേ. കഷ്ടപ്പാടിൻ്റെ ഇടയിൽ എന്താ രസങ്ങൾ കാണുന്നുണ്ട് മക്കളെ. ഇതെല്ലാം നിൻ്റെ തല കൊണ്ട് മറല്ല. ഇനി ഇങ്ങോട്ട് എഴുതി വെക്കുമ്പോൾ നല്ല രസമില്ലേ. പാത്തുവിൻ്റെ അത്രയും കഷ്ടപ്പാട്. പീടികയിൽ പോയി അവൾ മറ്റേ പശയെല്ലാം കൊണ്ടുവന്ന് കഷ്ടപ്പെട്ട് ഇങ്ങനെ
ചെയ്തതാണ്. നല്ല സൂപ്പർ മാർക്ക് കൊടുക്കണം അവൾക്ക്. ഇത്രയും നാളായിട്ട് നമ്മളിതൊന്നും കണ്ടിട്ടില്ല കടപ്പുറത്ത്. ഓക്കെ മക്കളെ, രസമില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? മതിയോ? വീഡിയോ ഓഫാക്കട്ടെ? മതിയോ? രസമില്ല? ഇയാൾ മുകളിലത്തെ ഷോക്കേസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ മൂത്ത മരുമോള് പിന്നെ ഉണ്ടാക്കിയ ചിത്രങ്ങളും പണിത്തരങ്ങളും, പിന്നെ പാത്തു ഉണ്ടാക്കിയ കടലിലെ വൈരക്കല്ലുകളും വൈരമുത്തുകളും ഒക്കെ. ശരിക്കും എന്താക്കുന്നതെന്ന് ചെയ്യില്ല. ശരിക്കും ഇവിടെ ഇല്ലാലോ. ബാത്റൂമിൽ പോയിക്കൊണ്ടാ ചെരുപ്പ് നടക്കാൻ വെച്ചിട്ട്. ഇതാണ് ബാത്റൂം. ലൈറ്റില്ല. ഇതാണ് പാത്തുവിൻ്റെ റൂം. അടിപൊളി റൂമാണ്. AC ഇട്ട റൂമിലുള്ള ഓസിയിൽ ഒരു പെണ്ണും നല്ല ഷോക്കേസ് തുറക്കുകയാണ്. ഇതാ എല്ലാം തുറക്കുകയാണ്. തുറന്ന് പാത്തു ഇതിൽ വെക്കുകയാണ്. എൻ്റെ മളെ, അത് ലാസ്റ്റ് എത്തി ഇങ്ങെടുത്ത് പോയിട്ട് അത് എടുക്കണം തോന്നുന്നത്. അത് വെക്കാം. എന്നാ പാറ്റ പൊടിയും പോയതിനുള്ളിൽ. ഇതാ ഇത് പാത്തു ഉണ്ടാക്കിയ കടലിൽ നിന്ന് കിട്ടിയ വൈരക്കല്ലുകളും വൈരമുത്തുകളും പതിച്ചതാണിത്. എനിക്ക് ഇതെല്ലാം എൻ്റെ മൂത്ത മരുമോൾ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം ഇത് നന്നാ. ഇത് എന്താണ്? പിസ്തയുടെ തോല്. പിന്നെ ഇതാ എല്ലാം നിങ്ങൾ കണ്ടിക്കാ. ഇതും പിസ്തയുടെ തോല്. നല്ല രസമുണ്ട്. പക്കട്ടെ. ഇതെല്ലാം പിസ്തയുടെ തോലാണ്. ഇതെല്ലാം എൻ്റെ മൂത്ത മരുമോൾ ഉണ്ടാക്കിയ. ഷോക്കേസിന്റെ പുറത്തും കുത്തിവെച്ചിട്ടുണ്ടല്ലോ. അതിന് കുത്തിവെച്ചാ നല്ല രസമുണ്ടല്ലോ. ഇതെല്ലാം എൻ്റെ മോൾ ഉണ്ടാക്കിയതാണ്. ഇതെല്ലാം പ്ലേറ്റ് ആണ്. ഇതെല്ലാം മറ്റേ ചോറ് വയ്ക്കുന്ന പ്ലേറ്റ് ആണ്. പിന്നെ ഇതും ഉണ്ടാക്കിയതാണ് അവള്. ഇതെല്ലാം അവൾ ഉണ്ടാക്കിയതാണ്. നല്ല രസമില്ല? പൂക്കളും ഇതെല്ലാം ആയിട്ട് എല്ലാം അവൾ ഉണ്ടാക്കിയതാണ്. ഇത് ബൾബ് പീസടിച്ചു പോയ ബൾബാണ്. പീസടിച്ചു പോയ ബൾബാണ് ഇങ്ങനെ ആക്കി വെച്ചേ. ഓള് ഇതിൻ്റെ ആളാണ്. ഓള് യൂട്യൂബിൻ്റെ ആളല്ല. വെക്കാൻ സ്ഥലമില്ല. മേലെ അവിടെ കുത്തിച്ച് രണ്ടിൻ്റെ സൈഡിലേക്ക് കുത്തിച്ചൂടാ. നിങ്ങളെ വെക്കൂല. എന്നാ ഈനെ എടുത്തിട്ട് മേലെ വെച്ചടേ. അങ്ങനല്ല. ഈനെ എടുത്തിട്ട് മേലെ വെക്കുക. എന്നിട്ട് ഈനെ ഇവിടെ വെച്ച നടുവിൽ വെച്ച. അങ്ങനെ ചാരി വെക്ക്. അങ്ങനെ അത് പാത്തുവിൻ്റെ വൈരക്കല്ലുകളാണ്. കൊള്ളൂല. ശേഷം ചെരിച്ചു വെക്ക് എല്ലാം. എന്നാ അങ്ങനെ വെച്ചാൽ സാരമില്ലല്ലോ. അങ്ങനെ വെച്ചോ. അതന്നെ. അങ്ങനെ അടിപൊളിയായില്ല? ഇത് പാത്തുവിൻ്റെ. എല്ലാവർക്കും കാണണ്ടല്ല. മേലെ വന്ന് കണ്ടോളി. രസമില്ല? എന്താ രസം?